എവ്രിവൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ കനുപ്രയിലെ മഞ്ചരി പരിനയിലെ ആദ്യ ഭാഗമായിട്ടുള്ള ആമ്രബോർക്ക ഗീതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ 2 ഭാഗങ്ങൾ കൂടെ ഉണ്ട്. ആമ്രബോർക്ക അർത്ഥം തും മേരെ കോൻ ഹോ എന്നുള്ളൊരു ഭാഗവും. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി കവിത നോക്കാം. കവിതയുടെ സന്ദർഭം എന്ന് പറയുന്നത് രാധ കൃഷ്ണൻ വിളിച്ചിട്ട് ചെല്ലാത്തത് കാരണം രാധയോട് കൃഷ്ണൻ പിണങ്ങിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ കവിത വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. യഹ് ജോ മേം കബി കബി ചരം സാക്ഷാത്കാർ കെ ക്ഷൺമേം. ഞാൻ പലപ്പോഴും ചരം സാക്ഷാത്കാറിൻ്റെ സമയത്ത്, ചരം സാക്ഷാത്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധയും കൃഷ്ണനും കണ്ടുമുട്ടുന്ന ആ സമയം, ഓക്കെ, അതിൻ്റെ ആ നിമിഷത്തിൽ ഞാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ബിൽക്കുൽ ജഡ് ഔർ നിസ്ബന്ധ ഹോ ജാത്തി ഹൂം. പലപ്പോഴും ഞാൻ ജഡം പോലെ നിസ്ബന്ധമായിക്കൊണ്ട്, ജഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി, അപ്പോൾ ഡെഡ് ബോഡി പോലെ യാതൊരു അനക്കവും ഇല്ലാത്തതായി മാറാറുണ്ട്. ഇസ്കാ മർമ്മത്വം സമജ്തേ ക്യോം നഹീം സാവരെ. അതിൻ്റെ അർത്ഥം താങ്കൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് പ്രിയനെ. മർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മീനിങ്, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും രാധയ്ക്ക് എത്തിപ്പെടാൻ കഴിയാറില്ല. രാധയ്ക്ക് താൻ നിൽക്കുന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തുകൊണ്ടാണ് താങ്കൾ മനസ്സിലാക്കാത്തത്, അതിനുവേണ്ടി താങ്കൾ എന്തിനാണ് പിണങ്ങുന്നത് എന്നുള്ള മീനിങ്ങാണ് വരുന്നത് കേട്ടോ. തുമ്ഹാരി ജന്മജന്മാന്തർ കി രഹസ്യമയി ലീലാക്കി ഏകാന്ത സംഗിനി മേം. ഞാൻ താങ്കളുടെ ജന്മങ്ങളായുള്ള രഹസ്യ ലീലകളിലെല്ലാം എന്താണ്, ഞാൻ താങ്കളുടെ കൂടെയുള്ള ആളാണ്. ഇൻ ക്ഷണോമേം ആകസ്മാത്. ഈ സമയങ്ങളിൽ പെട്ടെന്ന് തുംസെ പൃഥക് നഹീം ഹോ ജാത്തി മേരെ പ്രാൺ. നിന്നിൽ നിന്നും പെട്ടെന്ന് അകലുകയല്ല ഞാൻ ചെയ്യുന്നത്. നീ വിളിച്ചിട്ട് വരാതിരിക്കുന്ന സമയങ്ങളിൽ നിന്നിന്ന് അകലുകയല്ല ഞാൻ ചെയ്യുന്നത്. തും യഹ് ക്യോം നഹീം സമജ് പാത്തേ. നീ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത്? കി എന്തെന്നാൽ ലാജ് നാണം സിർഫ് ജിസ്മക്കി നഹീം ഹോത്തി. ശരീരത്തിന് മാത്രം ഉണ്ടാകുന്നതല്ല, മൻ കി ബി ഹോത്തി ഹേ, മനസ്സിനും ഉണ്ടാക്കുന്നുണ്ട്. ഏക് മധുർ ഭയ്, ഒരു മധുരമുള്ള ഭയമായി. ഏക്ക് അഞ്ചാന സംശയ്, ഒരു അറിയാത്ത സംശയമായിക്കൊണ്ട്. ഏക്ക് ആഗ്രഹഭര ഗോപൻ, ആഗ്രഹം നിറഞ്ഞ ഒരു ഭ്രാന്തമായ രഹസ്യമായി. ഗോപൻ മീൻസ് രഹസ്യം, ഒരു രഹസ്യമായിക്കൊണ്ട്. ഏക്ക് നിർവ്യാഖ്യ വേദന ഉദാസി, ഒരു നിർവചിക്കാൻ കഴിയാത്ത, വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വേദനയായിക്കൊണ്ട്, വിഷമമായിക്കൊണ്ട്. ജോ മുझे ബാർ ബാർ ചരം സുഖ के क्षण में भी अभिभूत कर लेती है. അത് എന്നെ പല സമയങ്ങളിലും നമ്മൾ കണ്ടുമുട്ടേണ്ട ആ സമയങ്ങളിൽ എന്നെ കീഴടക്കുന്നു. അഭിഭൂത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീഴടക്കുന്നു. ഭയ് സംശയ് ഗോപൻ ഉദാസി, ഭയം സംശയം രഹസ്യം വിഷമം. യേ സബി ടീട്ട് ചഞ്ചൽ സർച്ചടി, ഇവയെല്ലാം വാശിയുള്ള ചഞ്ചലരായ തലയെടുപ്പുള്ള സഹേലിയോം കി തരഹ്, കൂട്ടുകാരികളെപ്പോലെ മുझे घेर लेती है, എന്നെ ചുറ്റുകയാണ്. और मैं कितना चाहकर भी तुम्हारे पास ठीक उसी समय नहीं पहुंच पाती जब ആമ്രമഞ്ചരിയോം के नीचे. താങ്കൾ ആ ആമ്രമഞ്ചരി, ആ മാമ്പൂവിന് താഴെ നിന്ന് എന്നെ വിളിക്കുന്ന ആ സമയത്ത് എനിക്ക് എത്ര നോക്കിയാലും ശരിയായി ആ സമയത്ത് എത്താൻ സാധിക്കുന്നില്ല. എന്നെ ഭയവും സംശയവും രഹസ്യവും വിഷമങ്ങളും എല്ലാം എന്നെ ഇവിടെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് താങ്കളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പനി ബാസുരിമേ മേരാ നാം തും ബുലാത്തെ ഹോ. താങ്കളുടെ ആ ഓടക്കുഴലിൽ, ബാസുരി മീൻസ് ഓടക്കുഴൽ, ആ ഓടക്കുഴലിൽ എൻ്റെ പേര് ചേർത്തുകൊണ്ട് താങ്കൾ എന്നെ വിളിച്ചു. ഉസ് ദിൻ തും ഉസ് ബോർ ലദേ ആം കി ചുക്കി ഡാലിയോം സെ ടിക്കെ കിത്തനി ദേർ മുझे വംശി സെ ഡേർത്തെ രഹേ. എന്നെ എത്ര നേരം താങ്കൾ ആ മാവിൻ്റെ ചുവട്ടിലുള്ള ആ ചുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്ന കൊമ്പിൽ ചാരി നിന്നുകൊണ്ട് എന്നെ എത്ര നേരം ആ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് വിളിച്ചു. ഡെൽറ്റെ സൂരജ് കി ഉദാസ് കാമത്തെ കിരൺ. അസ്തമിക്കുന്ന സൂര്യൻ്റെ ആ വിഷമം കൊണ്ട് വിറയ്ക്കുന്ന കിരണങ്ങൾ. തുമാരെ മാതേ കെ മോർപങ്കെ, താങ്കളുടെ നെറ്റിയിലുള്ള ആ മോർപങ്കെ, മയിൽപീലിയിൽ, മാതേ വെച്ചാൽ നെറ്റി, ഫോർഹെഡ്. സേ ബേബസ് വിത മാങ്കനെ ലഗി, അത് എന്ത് ചോദിക്കാൻ തുടങ്ങി? വിട ചോദിക്കാൻ തുടങ്ങി. മേം നഹീമായി, അപ്പോഴും ഞാൻ വന്നില്ല. നെക്സ്റ്റ് നോക്കാം. ഗായേം കുച്ച് ഷൻ തുമേം അപ്നി ബോലി ആങ്കോം സേ.
ഈ പശുക്കൾ കുറച്ചു സമയം അവരുടെ ബോലി ആങ്ക് നിഷ്കളങ്കമായ കണ്ണുകൾ കൊണ്ട് മുഖ ഉടായെ ദേഖ്തി രഹി തല ഉയർത്തിക്കൊണ്ട് നോക്കി, മുഖമുയർത്തിക്കൊണ്ട് നോക്കി. और फिर धीरे धीरे नंदगांव की पगडंडी पर बिना तुम्हारे अपने आप मुड़ गए. അതായത് അവർ ആ നന്ദഗാവിലേക്കുള്ള വഴിയിലൂടെ, അവരുടെ ഗ്രാമത്തിലേക്കുള്ള ആ വഴിയിലൂടെ, പഗഡണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള ആ പാതയിലൂടെ അവർ നടന്നു നീങ്ങി, മെല്ലെ മെല്ലെ നടന്നു നീങ്ങി. മേം നെഹിമായി, അപ്പോഴും ഞാൻ വന്നില്ല. യമുന കെ ഗാഡ് പർ, യമുനയുടെ തീരത്ത് മച്ചുവോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻപിടുത്തക്കാരാണ് കേട്ടോ, ഫിഷർമാൻ. അപ്പോൾ അവരെന്ത് ചെയ്യുവാണ്, അപ്പിനി നാവേം ബന്ധതയും, അവരുടെ ആ തോണി കെട്ടിയിട്ടു. അവർ കന്തോം പർ, അവരുടെ തോളിൽ പത്തുവാരേം ചലെ ഗയെ, അവരുടെ ആ തുഴ ഉണ്ടാവുമല്ലോ, ആ തുഴ അവരുടെ തോളുകളിൽ വെച്ചുകൊണ്ട് അവർ നടന്നുപോയി. മേം നെഹിമായി, അപ്പോഴും ഞാൻ വന്നില്ല. തുമ്നെ വംശി ഹോട്ടോം സെ ഹട്ടാ ലീതി, നീ നിന്റെ ആ വംശി, ആ ഓടക്കുഴൽ ചുണ്ടുകളിൽ നിന്നും എടുത്തു. അവർ ഉദാസ് മൗൻ തും ആമ്രവൃക്ഷയ്ക്ക് ജഡോം സെ, നീ ഉദാസനായി, അതായത് വിഷമിച്ചുകൊണ്ട് മൗനമായിക്കൊണ്ട് നീ ആ ആമ്രവൃക്ഷ, ആ മാവിൻ്റെ ജഡോം വേരുകളിൽ സെ ടീക്ക് കർ, അതിൽ ചാരിക്കൊണ്ട് ബൈറ്റ് ഗെയ്തെ, അവിടെ ഇരുന്നു. അവർ ബൈറ്റേ രഹേ, അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ നേരം കൃഷ്ണൻ അവിടെ ഇരിക്കുകയാണ്. മേം നെഹിമായി, ഞാനാണെങ്കിൽ വന്നൂല്ല, രാധ വന്നൂല്ല. തും അന്തമേം ഉടെ, അവസാനം താങ്കൾ എഴുന്നേറ്റു. ഏക്ക് ചുക്കി ടാൽ പർ ഖില ഏക്ക് ബോർ തുംനെ തോട, അതിലെ താഴ്ന്നു നിന്നിരുന്ന ഒരു മാമ്പൂവിന് താങ്കൾ പറിച്ചെടുത്തു. ഔർ ധീരെ ധീരെ ചലെ ദിയെ, പിന്നെ മെല്ലെ മെല്ലെ നടന്നു. അൻമനെ തുമാരെ പാവ് പഗഡണ്ടി പർ ചൽ രഹേദേ, മനസ്സില്ലാ മനസ്സോടെ താങ്കളുടെ ആ പാദങ്ങൾ ആ വഴിയിലൂടെ നടന്നു. പഗഡണ്ടി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ആ പാദം. ഓക്കെ, ആ പാദത്തിലൂടെ നടന്നു. ജാൻതേ ഹോ തുമാരെ അഞ്ചാൻ മേം ഹി തുമാരി ഉംഗിലിയാം ക്യാ കർ രഹി തീ, പക്ഷേ താങ്കൾക്കറിയാമോ, താങ്കൾ പോലും അറിയാതെ താങ്കളുടെ വിരലുകൾ എന്താണ് ചെയ്തതെന്ന് താങ്കൾക്കറിയാമോ. ഉംഗിലിയാം മീൻസ് ഫിംഗേഴ്സ്. അപ്പോൾ ഫിംഗേഴ്സ് താങ്കൾ അറിയാതെ എന്താ ചെയ്തതെന്ന് അറിയാമോ. വേ ഉസ് ആമ്രമഞ്ചരിക്ക് ചൂർ ചൂർ, അതായത് ആ ആമ്രമഞ്ചരി, ആ മാമ്പൂവിനെ പൊടിയാക്കിക്കൊണ്ട്, ചൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയാക്കിക്കൊണ്ട്, ശ്യാമൾ വൻഗാസോമേം ബിച്ചി ഉസ് മാങ്സി ഉജ്ലി പഗഡണ്ടി പർ ബിഖേർ രഹീതി, ശ്യാമളമായ ആ വനത്തിലെ ആ വഴിയിൽ, പഗഡണ്ടി ആ പാദത്തിൽ, മാങ്സി ആ വഴിയുടെ മാങ്സി എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകൾ സിന്ദൂരം തൊടുന്ന ആ സ്ഥലം ഉണ്ടല്ലോ നെറ്റിയിലെ, ആ സ്ഥലത്തിനെയാണ് മാങ്സി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നീ അതിങ്ങനെ പൊടിയാക്കിയിട്ട്, ആ മാമ്പൂവ് പൊടിയാക്കിയിട്ട് നീ ഇങ്ങനെ നിലത്തേക്കിട്ടു. यह तुमने क्या किया प्रिय, क्या अपने अनजाने में ही उस आम के बोर से मेरी क्वारी उजली പവിത്ര മാങ്ക് ബർ രഹേ ദേ സാവിരേ, അതായത് താങ്കൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പ്രിയനെ, താങ്കൾ അറിയാതെ പോലും താങ്കൾ എൻ്റെ ആ സിന്ദൂരം ഇടുന്ന ആ സ്ഥലത്ത് എന്താണ്, മാമ്പൂവ് കൊണ്ട് സിന്ദൂരം എഴുതുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് രാധ മനസ്സിലാക്കുന്നത് ആ പകിടണ്ടി, ആ വഴിയെ എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്, തൻ്റെ ആ സിന്ദൂരം ഇടുന്ന ആ മാങ്ക് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃഷ്ണൻ അവിടെ ഈ മാമ്പൂവ് ഇങ്ങനെ പൊടിച്ചിടുമ്പോൾ എന്താണ് തോന്നുന്നത്, രാധയ്ക്ക് രാധയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നതായിട്ടാണ് തോന്നുന്നത്. पर मुझे देखो कि मैं उस समय भी तो മാതാ നീച്ചാക്കർ, ആ സമയത്തും എനിക്ക് എൻ്റെ നെറ്റി താഴ്ത്തിക്കൊണ്ട്, എൻ്റെ തല താഴ്ത്തിക്കൊണ്ട്, ഇസ് അലൗകിക സുഹാഗ്ക്കെ പ്രദീപ്ത് ഹോക്കർ, ആ അലൗകികമായ ആ വരനെ, സുഹാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരനെ പ്രദീപ്തനാക്കിക്കൊണ്ട്, മാതേ പർ പല്ല ടാൽക്കർ, മാതേ നെറ്റിയിൽ ആ സാരിത്തുമ്പ് ഇട്ടുകൊണ്ട്, ചുക്കർ തുമാരി ചരൺധൂലി ലേക്കർ, താങ്കളുടെ ആ ചരൺധൂലി പാദത്തിൽ സ്പർശിക്കൂലേ, അങ്ങനെ പാദം സ്പർശിക്കാനോ, തുമേം പ്രണാം കർണ, അങ്ങനെ നിന്ന് താങ്കളെ പ്രണമിക്കാൻ, നെഹിമായി ഞാൻ വന്നില്ല. അപ്പോൾ ഇതിനകത്ത് രാധയ്ക്ക് കൃഷ്ണൻ വിളിച്ചപ്പോൾ പോകാത്തതിൻ്റെ ആ അത്രയും പ്രശ്നം, അത്രയും പശ്ചാത്താപമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. पर मेरे प्राण यह क्यों भूल जाते हो कि मैं वही बावली लड़की हूँ न जो, പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് ഇത് മറക്കുന്നത്, ഞാൻ ആ പഴയ ആ പെൺകുട്ടി തന്നെയാണെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് മറക്കുന്നത്, ആ പഴയ പൊട്ടി പെൺകുട്ടി തന്നെയാണ് ഞാനെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് മറക്കുന്നത്. കദംബ് കെ നീച്ചെ ബൈട്ടേക്കർ, കദംബ വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നു കൊണ്ട്, ജബ് തും പോയി കി ജംഗലി ലത്തരോം കെ
പക്കെ ഫലോം കോ തോടുക്കർ, താങ്കൾ എപ്പോഴാണോ കാട്ടിൽ പോയി ഈ നല്ല പഴുത്ത ഫലങ്ങളെല്ലാം പറിച്ചുകൊണ്ട്, തോടുക്കർ എന്ന് പറഞ്ഞാൽ പറിച്ചുകൊണ്ട് വന്ന്, മസൽക്കർ അതിൻ്റെ ആ സത്ത് എടുത്തുകൊണ്ട്, ഉൻകി ലാലീക് സെ മേരെ പാവുക്കോ അതിൻ്റെ ആ ചുവപ്പ് നിറത്തിൽ എൻ്റെ കാലിനെ, മഹാവർ രചന, മഹാവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവക് എന്ന് പറയില്ലേ, ആ ഒരു റെഡ് കളർ മൈലാഞ്ചി പോലുള്ള ആ സംഭവം, അത് എൻ്റെ കാലിൽ രചന കെലിയെ അപ്നെ ഗോതമേം രഖ്തേ ഹോ, താങ്കളുടെ മടിയിൽ എൻ്റെ കാല് വയ്ക്കുന്നത്. തോ മേം ലാജ് സെ ധനുഷ് കി തരഹ് ദോഹരി ഹോ ജാത്തി ഹൂ, ആ സമയം ഞാൻ ലജ്ജ കൊണ്ട്, നാണം കൊണ്ട് ധനുഷ് പോലെ, വില്ല് പോലെ രണ്ടായി മാറുന്നു. और अपने पाव पूरे बल से समेट कर खींच लेती हूँ, പിന്നെ എൻ്റെ കാലുകൾ പൂർവമായ ശക്തിയോടുകൂടെ തിരിച്ചു വലിക്കുന്നു. दोनों बाहों में अपने घुटने कस मुँह फेर कर निश्चल बैठ जाती हूँ, തൻ്റെ രണ്ട് കാലുകളും നിലത്ത് വെച്ച് അതിൽ മുഖം അമർത്തിക്കൊണ്ട് ഞാൻ അവിടെ നിശ്ചലമായി ഇരിക്കും. पर शाम को जब घर आती हूँ तो, ഞാൻ എപ്പോഴാണോ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുന്നത്, निर्बत एकांत में दीपक के मंद आलोक में अपने उन्हीं चरणों को अपलक निहारती हूँ, അപ്പോൾ ആ വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ആ കാലുകളിലേക്ക് ഞാനിങ്ങനെ നോക്കിയിരിക്കും. ദീപത്തിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ ആ കാലുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ബാവലേസി ഉനേം ബാർ ബാർ പ്യാർ കർത്തി ഹും, അതിലേക്ക് നോക്കിക്കൊണ്ട് അപ്പോൾ എനിക്ക് താങ്കളോട് ഒരുപാട് സ്നേഹം തോന്നും, അതിനോട് ഒരുപാട് സ്നേഹം തോന്നും. ജൽദി ജൽദി മേം अध्वनि उन महावार की रेखाओं को चारों ओर देखकर धीमे से, പെട്ടെന്ന് ആ കാലിലിട്ടിട്ടുള്ള ആ ചുവപ്പ് നിറത്തിലുള്ള ആ സംഭവത്തിൻ്റെ ചുറ്റിലും ഞാൻ നോക്കിക്കൊണ്ട് മെല്ലെ ചൂം ലേത്തി ഹും, അതിനെ ഞാൻ കിസ് ചെയ്യും. നെക്സ്റ്റ് നോക്കാം. രാത് ഗഹര ആയി ഹേ, രാത്രിയായിട്ടുണ്ട്. ഔർ തും ചലേ ഗയേ ഹോ, താങ്കൾ പോയിട്ടുമുണ്ട്. ഔർ മേം കിത്തനെ ദേർ തക്ക് ബാഹ് സേ, ഞാൻ എത്ര സമയം വരെ എൻ്റെ കൈ വെച്ചുകൊണ്ട്, എന്തിലാണ് കൈ വെച്ചിട്ടുള്ളത്, ഉസി ആമ്ര ഡാലേക്ക് ഡേരെ ചുപ്ചാപ്പ് രോത്തി രഹി ഹൂം ജിസ് പർ ടിക് കർ തും മേരി പ്രതീക്ഷ കർത്തേ ഹോ, താങ്കൾ ഏത് മരത്തിലാണോ, ആ മാവിൻ്റെ ഏത് കൊമ്പിലാണോ താങ്കൾ ചാരി നിന്നത്, ആ കൊമ്പിൽ ഞാൻ ഒരുപാട് നേരം കൈ വെച്ചുകൊണ്ട് മിണ്ടാതെ നിന്നു കരഞ്ഞു. ചുപ്ചാപ്പ് രോത്തി, മിണ്ടാതെ നിന്നു കരഞ്ഞു. ഓർ മേം ലൗട്ട് രഹി ഹൂം, ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഹതാശ ഓർ നിഷ്ഫൽ, വിഷമത്തോടു കൂടിയും നിഷ്ഫലമായും. ഔർ യേ ആംകെ ബോർക്കെ കൺകൺ, ഈ മാമ്പൂവിൻ്റെ പൊടികൾ, കൺകൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കണങ്ങൾ, മേരെ പാവവും മേം ബുരി തരഹ് സാൽ രഹേ ഹേ, എൻ്റെ കാലുകളെ കുത്തി നോവിക്കുന്നു, വളരെ മോശമായി കൊണ്ട് തന്നെ കുത്തി നോവിക്കുന്നു. അതായത് നേരത്തെ കൃഷ്ണൻ പൊടിച്ചിട്ട ആ മാമ്പൂക്കളാണ് തൻ്റെ കാലുകളെ വേദനിപ്പിക്കുന്നത്. പർ തുമേം യഹ് കോൻ ബത്താവുകെ സാവരെ, പക്ഷേ താങ്കളോട് ഇത് ആര് പറയും. കി ദേർഹി മേം സഹി, ഞാൻ ഇവിടെ ഒരുപാട് നേരം വന്നു നിന്നു. പർ മേം തുമാരെ പുക്കാറിനെ പർ ആത്തോ ഗയി, ഞാൻ താങ്കൾ വിളിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നത്. അത് താങ്കളോട് ആരാണ് പറയുക. और मांग सी उजली पगडंडी पर बिखरे ये मंजरी कण भी अगर मेरे चरणों में गड़ते हैं तो इसीलिए न कि कितना लंबा रास्ता कितनी जल्दी जल्दी पार कर मुझे आना पड़ा है, എൻ്റെ കാലുകൾ ഇപ്പോൾ വേദനിക്കുന്നുണ്ട്. എൻ്റെ കാലുകളിൽ ഈ മഞ്ചരിക്കൺ, ഈ ഒരു മാമ്പൊടികൾ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ അത്രയും ദൂരമുള്ള ലംബാരാസ്ത, ആ നീളമുള്ള വഴി എത്ര പെട്ടെന്നാണ് ഞാൻ വന്നത്, എത്ര പെട്ടെന്നാണ് അത് കടന്നുകൊണ്ട് ഞാൻ വന്നത്. അവർ കാണ്ടോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളുകൾ, കാണ്ടോം ഔർ കാങ്കരി മീൻസ് കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ. ഈ മുള്ളുകളും കല്ലുകളും മേരെ പാവ് കിസ് ബുരി തരഹ് ഗായൽ ഹോ ഗയ ഹേ, എൻ്റെ കാലിൽ വളരെയധികം മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താങ്കളുടെ വിളി സ്വീകരിച്ചുകൊണ്ട് ഞാൻ വന്നിരുന്നു. അത് താങ്കളോട് ആരാണ് പറയുക എന്നാണ് രാധ പറയുന്നത്. ഓക്കെ. यह कैसे बताऊं तुम्हें कि ചരം സാക്ഷാത്കാർക്ക് യേ അനൂഠേ ക്ഷൺമേം, താങ്കൾക്ക് ഇത് എങ്ങനെ പറയാനാകും, ചരം സാക്ഷാത്കാറിൻ്റെ, നമ്മൾ കാണുന്ന ആ സമയത്തിൻ്റെ ആ അനൂഢമായ, ആ സ്പെഷ്യലായ ആ സമയത്ത്, ജോ കബി കബി മേരെ ഹാത്ത് സെ छूट जाते हैं, तुम्हारी मर्म पुकार जो कभी कभी मैं नहीं सुन पाती, तुम्हारे भेंट का अर्थ जो नहीं समझ पाती तो मेरे सावरे, താങ്കൾ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ പലപ്പോഴും എനിക്ക്
എനിക്ക് മനസ്സിലാകാറില്ല. നമ്മുടെ കൂടിക്കാഴ്ചകളുടെ ആ അർത്ഥങ്ങൾ പലപ്പോഴും എനിക്ക് മനസ്സിലാകാറില്ല. പക്ഷേ എൻ്റെ പ്രിയനെ, ലാജ് മൻ കി ബി ഹോത്തി ഹേ, ലജ്ജ മനസ്സിനും തോന്നാറുണ്ട്. ഏക്ക് അജ്ഞാത് ഭയ്, ഒരു അജ്ഞാതമായ ഭയമായിക്കൊണ്ട്, അപരിചിതമായ സംശയമായിക്കൊണ്ട്, ആഗ്രഹ ഭരാ ഖോപൻ, ഭ്രാന്തമായ ഒരു രഹസ്യമായിക്കൊണ്ട്, ഔർ സുഖക്കെ ക്ഷൺമേം, സുഖത്തിൻ്റെ ക്ഷണത്തിലും സന്തോഷത്തിൻ്റെ ക്ഷണത്തിലും, ബി ഗിർ ആനെ വാലി നിർവാക്യ ഉദാസി, സന്തോഷമുള്ള സമയത്തും നിർവചിക്കാൻ കഴിയാത്ത ഒരു സങ്കടമായിക്കൊണ്ട്, ഫിർ ബി ഉസേ ചീർക്കർ, എന്നിട്ടും അതിനെ പൊട്ടിച്ചുകൊണ്ട്, ദേർമേം ഹി ആവുങ്കി പ്രാൺ, ഞാൻ ആ സമയത്ത് വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞാൻ വരും പ്രിയനെ എന്നാണ് രാധ പറയുന്നത് കേട്ടോ. തോ ക്യാ തും മുझे അപ്നി ലംബി ചന്ദൻ ബാഹോം, ആ സമയത്ത് താങ്കൾ എന്നെ താങ്കളുടെ ആ നീളമുള്ള ചന്ദൻ ബാഹ്യം, താങ്കളുടെ ആ കൈകൾ കൊണ്ട്, ബർക്കർ ബേസുദ് നെഹീം കർ ദോങ്കെ, അപ്പോൾ ഞാൻ ബോധമില്ലാതെ അൺകോൺഷ്യസ് ആയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ എന്നെ സ്വീകരിക്കില്ലേ, താങ്കളുടെ കൈകളിൽ എന്നെ എടുക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ വരുന്നത്. ഈ കവിതയ്ക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്